സാറേ ഇവിടെ ഈ നമ്മുടെ വസന്ത് പറഞ്ഞ ഒരുപാട് ഭരണവിരുദ്ധ വികാരത്തിന് ആധാരമായ നിരവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ്, യാഥാർത്ഥ്യവുമാണ്. പെൻഷനുമായി ബന്ധപ്പെട്ട്, സപ്ലൈകോയുമായി ബന്ധപ്പെട്ട്, മുഖ്യമന്ത്രിക്കെതിരായ കുടുംബത്തിനെതിരായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് മുൻകൂട്ടി കണ്ടാണോ, അല്ലെങ്കിൽ അതിൻ്റെ പേടിയിലാണോ ഈ MLA-മാരെയും മന്ത്രിമാരെയും ജില്ലാ സെക്രട്ടറിമാരെയും ഒക്കെ ഇറക്കി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുന്നത് ഇടതുമുന്നണിക്ക്? അത് പിന്നെ രഞ്ജിത്തിന്റെ ചോദ്യത്തിന് ഞാൻ ആ ചോദ്യം മുഖവിലേക്ക് തന്നെ സ്വീകരിക്കുന്നു, അംഗീകരിക്കുകയും ചെയ്യുന്നു കേട്ടോ. ആ പേടി കൊണ്ട് തന്നെയാണ് എന്ന് തന്നെ ഞാൻ അംഗീകരിക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ഞാൻ അംഗീകരിക്കുന്നു. താങ്കളുടെ ആ ചോദ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ, അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുകയാണ്. ഈ പിന്നെ കഴിഞ്ഞ 2019 ഇലക്ഷനിൽ കേരളത്തിൽ എന്താണ് സംഭവിച്ചത്? ഇത് ഈ ഇപ്പൊ വസന്ത് സംസാരിച്ചല്ലോ കാര്യങ്ങൾ. ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഇവരെ പോലുള്ളവരൊക്കെ കരുതുന്ന ഒരു തെറ്റായ ചിന്താ പദ്ധതി എന്ന് പറയുന്നത്, ജനങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങൾ രാഷ്ട്രീയക്കാർ ജനങ്ങളെ പഠിപ്പിക്കാൻ ഇതാ വന്നിരിക്കുന്നു, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഉൾക്കൊള്ളൂ എന്നുള്ളതാണ് ഇവരുടെ തെറ്റിദ്ധാരണ. അങ്ങനെയല്ല. ഞാൻ എപ്പോഴും പറയും, മെച്യൂർഡ് വോട്ടർമാർ എന്നുള്ളതാണ് ഇന്ത്യയിലെ വോട്ടർമാർക്ക് കൊടുക്കാവുന്ന പ്രധാനപ്പെട്ട ഏകവുമായ വിശേഷണം. അവർ മെച്യൂർഡ് വോട്ടർമാരാണ്. അങ്ങനെ കാണാൻ പഠിക്കണം രാഷ്ട്രീയക്കാർ. ഇല്ലെങ്കിലാണ് പിഴച്ചു പോകുന്നത്. LDFന്റെ കഴിഞ്ഞ തവണ പിഴച്ചത് അതുകൊണ്ടാണ് 2019. കാരണം കേരളത്തിലെ മെച്യൂർഡ് വോട്ടർമാർ തീരുമാനിച്ചത്, പിന്നെ അത് ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും ഒരുമിച്ച് തീരുമാനിച്ചത്, നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ സർക്കാർ വരാൻ പോകുന്നു, രാഹുൽ ഗാന്ധി ആ മുന്നണിയുടെ പ്രധാനമന്ത്രിയായി കോൺഗ്രസിന്റെ നേതാവായി വരാൻ പോകുന്നു, അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതാണ് കേരളത്തിലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങൾ ഏകകണ്ഠമായി നിശ്ചയിച്ചത്. അത് അവരുടെ മെച്യൂരിറ്റി ആയിരുന്നു. അങ്ങനെയാണ് അവർ LDFനെ വിരുദ്ധമായി വലിയ തോതിൽ വോട്ട് ചെയ്തത്. ഒപ്പം മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. NSSന്റെ തീവ്രമായ സർക്കാർ വിരുദ്ധ നിലപാട്, അത് വൈകാരികമായിരുന്നു. മറ്റേത് വൈകാരികമല്ല, വൈചാരികമായ ഒരു പ്രശ്നമായിരുന്നു. അവരുടെ ചിന്താ പദ്ധതിയായിരുന്നു ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായം ഒരുമിച്ച് വോട്ട് ചെയ്തത്. NSSന്റെ അതല്ല, സ്ത്രീകളുടെ വലിയ തോതിലുള്ള സർക്കാർ വിരുദ്ധ വോട്ട് തന്നെയായിരുന്നു. ശബരിമലയുടെ പേരിൽ മാത്രമാണ് അതങ്ങനെയാ വന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഒരു ലാൻഡ് സ്ലൈഡ് മെജോറിറ്റി ഉണ്ടായത്. 19 സീറ്റ് LDF വിജയിക്കുന്നത്. അല്ല, ഇന്ന് ലേഖനം താങ്കൾ ശ്രദ്ധയിൽപ്പെട്ട് കാണും. മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് NSS പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. അല്ല, അതായിക്കോട്ടെ. ഞാൻ പറയുന്നത് ആ രണ്ട് സാഹചര്യം ഇന്ന് ഇല്ല. നമ്മൾ ആ NSSന്റെ പ്രതിഷേധത്തിന്റെ സാഹചര്യം അല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. കാര്യം ഈ ചുരുക്കി പറയണമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അത് ആ സാഹചര്യം ഇന്ന് ഇല്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മുസ്ലിം ലീഗിന്റെ കാര്യം നമ്മൾ മുമ്പേ സംസാരിച്ചപ്പോഴും ഒരു പ്രശ്നം കാണേണ്ടത് ഇത്രേ ഉള്ളൂ. ഇത് ഈ ഇലക്ഷനിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് അൾട്രാ സോഷ്യൽ എഞ്ചിനീയറിംഗ് സിസ്റ്റം തന്നെയാണ്. ആ അൾട്രാ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആർക്കാണോ അനുകൂലമായി വരുന്നത് അവരാണ് ഭൂരിപക്ഷം നേടി നല്ല തോതിൽ വിജയിക്കുക. അതാണ് അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. ആ തരത്തിൽ നോക്കിയാൽ നോക്കൂ, കഴിഞ്ഞ തവണ LDFന് വലിയ തോതിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതുകൊണ്ടാണല്ലോ പിന്നീട് അന്ന് ഇപ്പോ അത് ഇല്ല, കോടിയേരി ബാലകൃഷ്ണൻ അടക്കം വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന പരസ്യമായി പറയുന്നതൊക്കെ നമ്മൾ ഓർക്കുന്നില്ലേ? അത് ശരിക്കും അതൊരു പശ്ചാത്താപം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ സ്ഥിതി അതല്ല. ആ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം വരുമ്പോഴേക്ക് എങ്ങനെയാണ് അതിനെ ഇനി കോൺഗ്രസ് ടാക്കിൾ ചെയ്യുന്നതെന്നുള്ളത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട യുദ്ധതന്ത്രമാണ്. BJPയുടെ യുദ്ധതന്ത്രം എങ്ങനെ വരുമെന്നുള്ളത് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ വസന്ത് പറഞ്ഞതുപോലൊന്നുമല്ല. റേഷൻ കടയില്, സപ്ലൈകോയില്, പെൻഷന്റെ കാര്യത്തില് ഈ കാര്യം വെച്ചോണ്ടല്ല പാർലമെന്റിലേക്ക് വോട്ട് ചെയ്യുന്നത്. അത് വോട്ട് ചെയ്യും, തീർച്ചയായിട്ടും ചുറ്റിയിൽ കുത്തണമെന്ന് ഓർക്കുമ്പോ ഇതൊന്നും അങ്ങനെ മറന്നുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അവർ ഇന്നലെ ചർച്ച ചെയ്ത കാര്യം രഞ്ജിത്ത് പറഞ്ഞ എന്തായിരുന്നു? രഞ്ജിത്ത് ഇന്നലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്താണ് പറഞ്ഞത്? രഞ്ജിത്ത് അത് ശരിയാണ്. എന്തിനാണ് പാലോട് രവി എന്തിനാണ് രാജിവെച്ചത്? എന്തിനാണ്? പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ BJPയും കോൺഗ്രസും ധാരണയായി പഞ്ചായത്ത് പിടിച്ചത് എങ്ങനെയായിരുന്നു? ഇതൊക്കെ മുമ്പിലുള്ള കാര്യങ്ങളല്ലേ? അപ്പൊ ജനങ്ങൾ തീരുമാനിക്കുന്നുണ്ട്, ഇതൊക്കെ കാണുന്നുണ്ട്. ഈ പറയുന്ന റേഷനും സപ്ലൈകോയും പെൻഷനും ഒന്നും തിരുവനന്തപുരം ജില്ലക്കാർക്കില്ലേ? അല്ലെങ്കിൽ വോട്ട് ചെയ്ത പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഇതൊന്നും വേണ്ടാത്തതായിരുന്നു? അല്ലല്ലോ. അവരുടെ മുമ്പിൽ അതൊക്കെ അവരുടെ ആവശ്യങ്ങളുമാണ്. പക്ഷെ ഒപ്പം അവർക്കതിന് എന്താണ് വാട്ട് ഈസ് വാട്ട് എന്ന് നേരറിയാനുള്ള അവരുടേതായ വിവേകം, അതാ ഞാൻ പറഞ്ഞത്, പക്വമതിയായ വോട്ടറെ അല്ലെന്ന് കാണരുത്.
ബ്രാൻഡ് ചെയ്യാൻ എത്ര ശ്രമിച്ചാലും കഴിയില്ല. ശരി സാർ, തിരിച്ചു വരാം.